ഇന്നത്തെ സ്പെഷ്യൽ ചക്ക കൊണ്ട് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള നല്ല ചുവന്ന കളറിലുള്ള വരിക്കച്ചക്കയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഈ ചക്കയൊക്കെ ഒന്ന് കുരുവെല്ലാം കളഞ്ഞ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ ഒരു രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ്, ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര പാനിയിലിട്ട് ഈ ചക്ക നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കയിലെ വെള്ളമെല്ലാം ഒന്ന് പോയി അതുപോലെ തന്നെ കുറച്ചൊന്ന് ഡ്രൈ ഫോമിലേക്ക് ആക്കിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർക്കാൻ മറക്കരുത്. നെയ്യും ഈ ശർക്കരയും ഒക്കെ കൂടി ചേർന്ന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് കുറച്ച് ഏലക്കയും പിന്നീട് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. ചക്ക നല്ല മധുരമുള്ളതാണെങ്കിൽ ശർക്കരപ്പാനി അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ തയ്യാറാക്കിയ നമ്മുടെ റെസിപ്പിയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നതിന് ആവശ്യമുള്ള അരിപ്പൊടി കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പാനിൽ തന്നെ വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ച് നന്നായി തിളച്ച ശേഷം അതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. അതിനുശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെയൊക്കെ പരുവത്തിന് ഒന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല ചൂടുവെള്ളത്തിലേക്കാണ് ഈ മാവ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് മയപ്പെടുത്തി കൈകൊണ്ട് മയപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ തയ്യാറാക്കിയ മാവിനെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കൈകൊണ്ട് ഒന്നുകൂടെ നന്നായിട്ട് മയപ്പെടുത്തിയെടുക്കാം. ഇനി ഇതിനെ വാഴയിലയിലേക്ക് ഒന്ന് പരത്തി കൊടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വാഴയിലയാണ്. ഇതിലേക്ക് ഈ മാവ് കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടായിരിക്കും ഈ മാവ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് സ്റ്റിക്കാവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലൊന്ന് പുരട്ടിയ ശേഷം നന്നായിട്ട് പരത്തിയെടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്ക ചേർത്ത് ഇങ്ങനെ ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ഇലയപ്പത്തിനേക്കാൾ വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് എല്ലാ സീസണിലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചക്ക സീസൺ ആകുമ്പോൾ മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. ഈ ഫില്ലിങ്ങിൽ നെയ്യും ഏലക്കയും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. ചക്ക സീസൺ ആകുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് ചക്കയൊക്കെ നേരത്തെ കിട്ടിയത് കാരണമാണ് ഞാനിത് നേരത്തെ തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഇങ്ങനെ പരത്തിയെടുത്ത ശേഷം ഒന്ന് മടക്കിയെടുക്കാം. വാഴയിലയിൽ ഇതുപോലെയാണ് തയ്യാറാക്കിയത്. ഇനി ഞാനിത് വയണ ഇലയിൽ കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ കുമ്പിളപ്പമൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഒന്ന് വയണയില ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മാവ് ഫില്ല് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി ചക്കയുടെ ഫില്ലിങ് കൂടെ ഇതുപോലൊരു ഹോളുണ്ടാക്കി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ലെയർ മാവ് വെച്ച ശേഷം ചക്കയുടെ ഫില്ലിങ് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ മാവ് വെച്ചാലും മതിയാകും. അങ്ങനെയും തയ്യാറാക്കാം. ഞാൻ അങ്ങനെ 2-3 രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ വയണയിലയിൽ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. വയണയിലയുടെ ആ ഫ്ലേവർ കൂടെ നമുക്കിതിന് കിട്ടും. വളരെ ഹെൽത്തിയായി നമുക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണിത്. ഇത് തന്നെ നമുക്ക് വട്ടയിലയിലും തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പക്ഷേ വട്ടയിലയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതിഷ്ടമുള്ളവർക്ക് അതിലും തയ്യാറാക്കാം. ഞാനിതെല്ലാം ഇതുപോലെ തന്നെ വാഴയിലയിലും വയണയിലയിലുമായിട്ട് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ തയ്യാറാക്കിയതെല്ലാം നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് എടുക്കും ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ ഇത് തയ്യാറായിട്ടുണ്ട്. ഇത് തയ്യാറാക്കി എടുത്ത് വയ്ക്കുമ്പോഴേ പാത്രം കാലിയാകുന്ന റെസിപ്പിയാണ്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം.
ഞാൻ എന്തായാലും ഇതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഈ ചക്കയപ്പം ഇങ്ങനെയാണ് തയ്യാറാക്കാറുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.